happy bastard shines like gold. A click away, a smile begins, where every card is full of wins. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അത് നികത്താൻ കൂടുതൽ പണമോ കഴിവിനേക്കാളുമൊക്കെ ഉപരി എല്ലാ ദിവസവും രാവിലെ വെറും 10 മിനിറ്റ് മതിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാമല്ലേ? നമുക്ക് നോക്കാം. ഈ ചോദ്യത്തെക്കുറിച്ച് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. കാരണം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളെക്കുറിച്ചൊന്നുമല്ല. വളരെ ലളിതമായ, പക്ഷെ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവനായി അവസാനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള വെറും 10 മിനിറ്റിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളിൽ മിക്കവർക്കും ആ പ്രശ്നം തുടങ്ങുന്നത് കണ്ണു തുറക്കുന്ന ആ നിമിഷം മുതലാണ്. നമുക്കിതിനെ ഹൈജാക്ക് ചെയ്യപ്പെട്ട പ്രഭാതമെന്ന് വിളിക്കാം. ഈ സ്ലൈഡിലെ ഇടതുവശം നോക്കൂ. ഇത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നല്ലേ? അലാറം അടിക്കുന്നു. നമ്മൾ ആദ്യം കൈനീട്ടുന്നത് ഫോണിലേക്കാണ്. നോട്ടിഫിക്കേഷനുകളുടെയും ഇമെയിലുകളുടെയും ഒരു പ്രളയത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നു. ശരിക്കും പറഞ്ഞാലേ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ദിവസം മറ്റുള്ളവരുടെ അജണ്ടകൾക്കനുസരിച്ച് രൂപപ്പെടാൻ തുടങ്ങുകയാണ്. ഇനി വലതുവശത്തേക്ക് നോക്കൂ. ഇന്റൻഷണൽ മോർണിംഗ്. അലാറം എപ്പോഴും അടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിർണായകമായ ഒരു മാറ്റമുണ്ട്. ആ ആദ്യത്തെ സ്റ്റെപ്പ്, പോസ്, ഒന്ന് നിർത്തുക. അവിടെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തി നിങ്ങളുടെ ദിവസം ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ദിവസം ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആ ഹൈജാക്ക് ചെയ്യപ്പെട്ട പ്രഭാതങ്ങളിലാണ്. ഈ സ്ക്രീനിലുള്ള ഉദ്ധരണി ശരിക്കും ഈ ആശയത്തിന്റെ എല്ലാം കാതലാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രഭാതം ഡിസൈൻ ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യും. ഇതൊന്നാലോചിച്ച് നോക്കൂ. ഒന്നുകിൽ നിങ്ങൾ കൺട്രോൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളെ ഭരിക്കും. ചോയ്സ് നമ്മുടേതാണ്. ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? മറ്റുള്ളവർ നമ്മളെ സംശയിക്കുന്നതല്ല. ആ രാവിലത്തെ ഇൻഫോർമേഷൻ ഓവർലോഡ് കാരണം നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങുന്നതാണ് യഥാർത്ഥ അപകടം. അവിടെ നിന്നാണ് ഒരു ശരാശരി ജീവിതത്തിന്റെ സൈക്കിൾ തുടങ്ങുന്നത്. ഉണരുന്നു, ലോകത്തിന്റെ ബഹളം തലയിലേക്കെടുക്കുന്നു, തനിക്ക് കഴിവില്ലെന്നോ ഭാഗ്യമില്ലെന്നോ തോന്നുന്നു. എന്നിട്ട് ആ ക്ലാസിക് തീരുമാനമെടുക്കുന്നു, നാളെ മുതൽ തുടങ്ങാം. പക്ഷേ ആ നാളെ ഒരിക്കലും വരുന്നുമില്ല. അപ്പോൾ ഈ ഒരു സൈക്കിൾ നമുക്കെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതിന് പെട്ടെന്നൊരു മോട്ടിവേഷൻ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. കാര്യം മോട്ടിവേഷനൊക്കെ വരും പോകും. അതിനു പകരം നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറണം. അതാണ് ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. ഈ സ്ലൈഡിൽ പറയുന്ന പോലെ ഡിസിപ്ലിൻ എപ്പോഴും മോട്ടിവേഷനെ തോൽപ്പിക്കും. എന്തുകൊണ്ടാണെന്നോ? കാരണം മോട്ടിവേഷൻ കാലാവസ്ഥ പോലെയാണ്. ഇന്ന് നല്ല വെയിലായിരിക്കും, നാളെ ചിലപ്പോൾ മഴയായിരിക്കും. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡിസിപ്ലിൻ അങ്ങനെയല്ല. അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ പോലെയാണ്. മഴയായാലും വെയിലായാലും എല്ലാ ദിവസവും അത് പ്രവർത്തിക്കും. ഈ സ്ലൈഡ് ആ വ്യത്യാസം അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആവറേജ് മെന്റാലിറ്റി ഫീലിംഗ്സിന്റെ പിന്നാലെ പോകും. എനിക്കിന്ന് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയും. പക്ഷേ ബിൽഡർ മെന്റാലിറ്റി ഫീലിംഗ്സിനെ ലീഡ് ചെയ്യും. എനിക്ക് എന്തു തോന്നുന്നു എന്നതിൽ ഒരു കാര്യവുമില്ല, ചെയ്യേണ്ടത് ചെയ്തിരിക്കും എന്ന് പറയും. ഒരാൾ സ്വന്തം ജീവിതത്തിലെ ഒരു യാത്രക്കാരൻ മാത്രമാണ്, മറ്റേയാൾ പൈലറ്റും. ഈ ഒരു ചിന്താഗതി പരാജയങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റും. പരാജയമല്ല യഥാർത്ഥ പ്രശ്നം, നമ്മൾ അതിന് കൊടുക്കുന്ന അർത്ഥമാണ്. ഈ 2 ഡയലോഗുകൾ നോക്കൂ. ഒന്നാമത്തത്, ഞാൻ തോറ്റു, അതുകൊണ്ട് എനിക്ക് കൊള്ളില്ല എന്ന് പറയുന്നു. അതൊരു ഡെഡ് എൻഡാണ്. പക്ഷേ രണ്ടാമത്തെ ഡയലോഗ് നോക്കൂ. ഞാൻ തോറ്റു, അതിനർത്ഥം ഞാൻ ഇനിയും റെഡിയായിട്ടില്ല എന്ന് മാത്രം. ഒന്നൊരു വിധിയെഴുത്താണ്, അടുത്തത് മുന്നോട്ട് പോകാനുള്ള ഒരു ഡാറ്റ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അതിനുള്ള ബ്ലൂ പ്രിന്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ പ്രഭാതങ്ങളെ തിരിച്ചുപിടിച്ച് ദിവസം മുഴുവൻ കൺട്രോളിലാക്കാനുള്ള ആ 10 മിനിറ്റ് പ്ലാൻ. ഇതൊരു വളരെ ലളിതമായ 3 സ്റ്റെപ്പുകളിലുള്ളൊരു പ്രോസസ്സാണ്. ഒന്നാമതായി, വെറും 1 മിനിറ്റ് നിശബ്ദത. ഫോണില്ല, മറ്റ് ശല്യങ്ങളൊന്നുമില്ല. വെറുതെ ഇരുന്ന് ശ്വാസമെടുക്കുക. രണ്ടാമത്, നിങ്ങളോട് തന്നെ സത്യസന്ധമായ ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്ന് നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യമെന്താണ്? മൂന്നാമതായി, നിങ്ങളുടെ വിജയം വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് നിങ്ങൾ പൂർത്തിയാക്കുന്നതായി മനസ്സിൽ കാണുക. പിന്നെ ഈ ചോദ്യങ്ങൾ അങ്ങനെയങ്ങ് വ്യക്തമല്ലാത്ത ചോദ്യങ്ങളല്ല. ഇവിടെ കാണുന്നതുപോലെ വളരെ ഷാർപ്പും സ്പെസിഫിക്കുമാണ്. ഞാൻ ഒഴിവാക്കുന്ന ആ ഒരു കഠിനമായ കാര്യമെന്താണ്? അല്ലെങ്കിൽ ഇന്നെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേയൊരു ടാസ്ക് എന്താണ്? ഒരു സംരംഭകന് ചിലപ്പോൾ ചോദിക്കാം, ഇന്ന് ഞാൻ ക്ലോസ് ചെയ്യേണ്ട 3 പ്രധാന ഡീലുകൾ ഏതൊക്കെയാണ്? ഇത് ചുറ്റുമുള്ള ബഹളങ്ങളെയൊക്കെ മാറ്റിനിർത്തി യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പായ വിഷ്വലൈസേഷന് പിന്നിലെ ശക്തി വളരെ ലളിതമായൊരു സത്യമാണ്. നമ്മൾ ആവർത്തിക്കുന്നത് നമ്മുടെ മനസ്സ് വിശ്വസിക്കും.
നിങ്ങൾ സ്ഥിരമായി വ്യക്തമായി നിങ്ങളെ തന്നെ ഫോക്കസ്ഡായും കഴിവുള്ളയാളായും വിജയിയായും കാണുമ്പോൾ ആ ചിത്രം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിജയത്തിനുള്ള വഴിയൊരുക്കുകയാണ്. അവസാനമായി ഇത് എങ്ങനെ സ്ഥിരമായി കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതൊരു ഒറ്റത്തവണത്തെ ട്രിക്കല്ല, ഇതൊരു ദിവസേനയുള്ള തീരുമാനമാണ്, ഒരു ഉറച്ച പ്രതിബദ്ധതയാണ്. ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന വാക്കിനെക്കുറിച്ച് നമുക്കുള്ള ധാരണ തന്നെ മാറ്റണം. അതൊരു ശിക്ഷയല്ല. ഈ സ്ലൈഡിൽ പറയുന്നത് പോലെ ഡിസിപ്ലിൻ എന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. അനാവശ്യ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ സ്വന്തം ഒഴികഴിവുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, എന്തിന് മാറിമറിയുന്ന നമ്മുടെ വികാരങ്ങളിൽ നിന്ന് പോലുമുള്ള സ്വാതന്ത്ര്യം. അത് നിങ്ങളെ ഫോക്കസ്ഡാക്കും, സ്ഥിരതയുള്ളവരാക്കും, ആർക്കും തടയാൻ പറ്റാത്തവരാക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനമാണ്. ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരാജയപ്പെടാനുള്ള ഒരു അനുവാദം കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ കളി തന്നെ മാറ്റുകയാണ്. പിന്മാറാനുള്ള ഓപ്ഷൻ നിങ്ങൾ എടുത്തു കളയുന്നു. ഒരു ശ്രമം നടത്തുമ്പോഴല്ല, ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. അത് നമ്മളെ അവസാനത്തെ വളരെ പ്രസക്തമായൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. നാളെ രാവിലെ ആ അലാറം അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഫോൺ എടുത്ത് ഇന്നലെ വരെ ആയിരുന്ന ആ പഴയ ആളായി തുടരുമോ, അതോ ഒന്ന് നിർത്തി ആ 10 മിനിറ്റ് എടുത്ത് നിങ്ങളാകണമെന്ന് എപ്പോഴും പറയുന്ന ആ വ്യക്തിയായി മാറാൻ തുടങ്ങുമോ? തീരുമാനം അത് നിങ്ങളുടേതാണ്. Happy bastard shines like gold.